ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ റീസ്റ്റോർ ചെയ്യാൻ പോകുന്നത് ഒരു കാലത്ത് 90s ഒരു ഹിറ്റായ ഒരു സ്റ്റീരിയോ ടേപ്പ് റെക്കോർഡറാണ്. അത് പാനസോണിക്കിൻ്റെ XBSൽ വരുന്ന ഒരു സെറ്റാണ്. RX-CT 820. ഈ സെറ്റ് വർക്കിംഗ് ഒന്നുമല്ല, അതൊന്ന് റീസ്റ്റോർ ചെയ്തെടുക്കാം നമുക്ക്. ഈ സെറ്റിൻ്റെ അവസ്ഥ എന്താണെന്നറിയില്ല, ഫുള്ള് റെസ്റ്റാണ് കാഴ്ചയ്ക്ക്. നമുക്കിത് പരമാവധി ശരിയാക്കി എടുക്കാൻ ശ്രമിക്കാം. ഇതൊരു സ്റ്റീരിയോ സെറ്റാണ്. ഇതിൻ്റെ ഒരു സൈഡ് സ്പീക്കർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. ഫസ്റ്റ് നമുക്കിതിനെ ഒന്ന് സ്ക്രൂ ഒക്കെ അഴിച്ചെടുത്തിട്ടൊന്ന് വാഷ് ചെയ്യാം. നമുക്ക് ഈ സ്പീക്കർ യൂണിറ്റിനെ മെയിൻ യൂണിറ്റ് ഒന്ന് അഴിച്ചെടുക്കാം. ആദ്യം ഞാൻ ഈ സെറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇതിലുള്ള എല്ലാ പാർട്സും ഒന്ന് മൊത്തം അഴിച്ച് ഒന്ന് കേസ് ഒന്ന് വാഷ് ചെയ്യാം. അങ്ങനെ ഇതിൻ്റെ കേസ് നമ്മൾ വാഷ് ചെയ്ത് ഉണക്കാൻ വെച്ചു. ഇനി നമുക്ക് ഇതിൻ്റെ ബോർഡ് ഒന്ന് ക്ലീൻ ചെയ്യണം. തിന്നറിട്ട് വാഷ് ചെയ്തിട്ട് മെക്കാനിസം ഒന്ന് ക്ലീൻ ചെയ്യണം. അങ്ങനെ കേസ് നമ്മൾ ഫുള്ള് വാഷ് ചെയ്തിട്ട് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. ബോർഡൊക്കെ നല്ല റസ്റ്റ് ഉണ്ടാണ്ടില്ലേ. നമുക്കിതൊന്ന് തിന്നറിട്ടൊന്ന് വാഷ് ചെയ്യണം. മെക്കാനിസമൊക്കെ ആകെ ഇതാണ്. നമുക്കിതൊന്ന് മൊത്തം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. നമ്മൾ ഈ തിന്നർ ഉപയോഗിച്ചാണ് PCB വാഷ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് എന്തായാലും വാഷ് ചെയ്യാം. അങ്ങനെ നമ്മൾ PCB തിന്നറൊക്കെ ഇട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മളിതാ സ്പീക്കറിനെ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. PCB കഴിയുന്നത്ര നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തിപ്പോൾ ഉണക്കി നന്നായി. ഇപ്പോൾ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം വർക്കിംഗ് ആണോ എന്ന്. ബോർഡൊന്നും ആദ്യം ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ പവർ സപ്ലൈ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോൾ പവർ സപ്ലൈ ബോർഡ് കംപ്ലൈൻ്റ് ആണ്. അതിൽ ട്രാൻസ്ഫോമറിൻ്റെ ആണോ ഇനിയിപ്പോൾ റെക്ടിഫയറിൻ്റെ ആണോ എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ഞാനത് ചെക്ക് ചെയ്തില്ല. ഞാൻ പകരം വേറൊരു പവർ സപ്ലൈ ഒരു അഡാപ്റ്റർ വഴി കണക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഓഡിയോ ബോർഡ് വർക്ക് ചെയ്യുന്നില്ല, ഓഡിയോ ഔട്ട്പുട്ട് ഇല്ല. പിന്നെ നമ്മുടെ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്, ബെൽറ്റൊക്കെ കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഈ സെറ്റിൻ്റെ കൂടെ ഉണ്ടായിരുന്ന പവർ സപ്ലൈ ഞാൻ ശരിയാക്കിയിട്ടുണ്ട്. അതതിൻ്റെ ഡയോഡ് കംപ്ലൈൻ്റ് ആയിരുന്നു. ട്രാൻസ്ഫോമറൊക്കെ വർക്കിംഗ് ആണ്. അപ്പോൾ അത് വോൾട്ടേജൊക്കെ ഓക്കെയാണ്. 9 വോൾട്ടാണ് ഇതിന് വേണ്ടത്. അപ്പോൾ 9 വോൾട്ട് ഓക്കെയാണ്. അപ്പോൾ ഞാൻ ബോർഡിലേക്ക് കണക്ട് ചെയ്ത് നോക്കി. ഓഡിയോ ഔട്ട് നിലവിലില്ല. അപ്പോൾ ഓഡിയോ IC കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഓഡിയോ IC പറിച്ചിട്ടുണ്ട്. അത് ഇതാണ് അതിൻ്റെ ഓഡിയോ IC വരുന്നത്. LA4598. ഇതാണ് IC നമ്പർ. ഈ IC മാറ്റിയാലേ നമുക്ക് ഓഡിയോ കിട്ടുകയുള്ളൂ. ഓഡിയോ വന്നാലേ ഇതിന് റേഡിയോ സ്റ്റേജിൻ്റെ കംപ്ലൈൻറ്റും പിന്നെ പ്രീ ആംപ്ലിഫയർ ഒക്കെ വർക്കിംഗ് ആണോ എന്നുള്ളത് നമുക്ക് അറിയണമെങ്കിൽ ഈ ഓഡിയോ IC മാറ്റി നോക്കണം. അങ്ങനെ നമുക്ക് പുതിയ IC കിട്ടിയിട്ടുണ്ട്. അപ്പോൾ IC ഒന്ന് മാറ്റാം. ഓഡിയോ IC ചേഞ്ച് ചെയ്തതോടെ നമ്മുടെ ഓഡിയോൻ്റെ പ്രശ്നം സോൾവ് ആയിട്ടുണ്ട്. അതോടെ റേഡിയോയും വർക്കിംഗ് ആണെന്ന് മനസ്സിലായി. FM ആണ്. Never dreams, never wins.
ಇದು ಡ್ರೀಮ್ ಬೀಸ್. കർഷകർക്ക് മികച്ച വരുമാനം ഉറപ്പാക്കുന്നതിനാണ് കേന്ദ്ര സർക്കാർ മുൻഗണന നൽകുന്നത്. മെക്കാനിസം വർക്ക് ചെയ്യിച്ചിട്ടുണ്ട്. മെക്കാനിസം ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, അത് ഞാൻ പരിഹരിച്ചു. അതിൻ്റെ ബെൽറ്റും ബെഞ്ച് റോളറും ഇപ്പോഴും പഴയ തന്നെ ഇട്ട് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടതാണ്. അപ്പോൾ അത് മാറ്റേണ്ടി വരും എന്തായാലും. കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് സോങ് ഫുള്ളായിട്ട് വയ്ക്കാത്തത്. ഇനി നമുക്ക് നമ്മൾ ക്ലീനാക്കി വെച്ച കേസിലേക്ക് നമുക്ക് റീഅസംബ്ലിങ് ചെയ്യാം നമ്മുടെ ബോർഡൊക്കെ. അങ്ങനെ നമ്മുടെ റീസ്റ്റോറേഷൻ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. സെറ്റ് നല്ല കണ്ടീഷനായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ കൂടുതൽ വീഡിയോസുമായി വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.